കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രദീപയ്ക്കെതിരായ മുസ്ലിം ലീഗ് നേതാവിന്റെ അധിക്ഷേപ പരാമർശത്തെ അപലപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവൾക്കൊപ്പമെന്ന് ആവർത്തിച്ചു പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെയും UDF നേതാക്കളുടെയും കാപട്യമാണ് തുറന്നുകാട്ടുന്നതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. പരാമർശം വിവാദമായതോടെ മുസ്ലിം ലീഗ് നേതാവ് A ഇർഷാദ് ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തുകയും ചെയ്തു. ആ പ്രസംഗത്തിന്റെ ഏതെങ്കിലും ചില ഭാഗങ്ങൾ വളച്ചൊടിച്ച് ചില സോഷ്യൽ മീഡിയയിലുമൊക്കെ ഇത് പ്രചരിക്കുന്നതായി അറിയാൻ കഴിഞ്ഞു. ഞാൻ ഒരിക്കലും സ്ത്രീകളെ അവഹേളിക്കുകയോ ആക്ഷേപിക്കുകയോ അവരെ എഴുത്തിക്കിട്ടുകയോ ചെയ്യുന്ന ഒരാളല്ല. എൻ്റെ പ്രവർത്തനങ്ങളിൽ നാളിതുവരെ അത്തരത്തിൽ ഒരു സ്ത്രീക്കോ അല്ലെങ്കിൽ അതല്ലാതെ ആളുകൾക്ക് പോലും അങ്ങനൊരു പരാമർശമുള്ളതായി നാളിതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇത് ആരോ ഒക്കെ ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം വളച്ചൊടിച്ച് അതുകൊണ്ട് ആ രീതിയിൽ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഏതായിരുന്നാലും ശരി തന്നെ, രണ്ടായിരുന്നാലും അങ്ങനെ ഒരു പരാമർശം എന്നിൽ നിന്നുണ്ടായതിൽ ആർക്കെങ്കിലും ഖേദമുണ്ടായിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ തീർച്ചയായും ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കും. ഖേദം പ്രകടിപ്പിച്ചെങ്കിലും ഇർഷാദിനെ പൂർണ്ണമായി തള്ളുകയാണ് UDF. ഇർഷാദിന്റെ പരാമർശം അപലപനീയമെന്നും പരാമർശത്തെ ഒരു തരത്തിലും പിന്തുണയ്ക്കില്ലെന്നും UDF സ്ഥാനാർത്ഥി M ലിജു പ്രതികരിച്ചു. പ്രതികരണത്തിലേക്ക്. വ്യക്തിപരമായ വിമർശനങ്ങൾ, ആക്ഷേപങ്ങൾ നടത്തേണ്ട ഒന്നല്ല തിരഞ്ഞെടുപ്പ് വേദികളും പ്രസംഗങ്ങളും. എനിക്ക് ആ ഒരു പ്രസംഗത്തിൽ ഇവിടുത്തെ എൻ്റെ എതിർ സ്ഥാനാർത്ഥിക്കെതിരായി UDF നേതാവിൻ്റെ പരാമർശങ്ങൾ ഒട്ടും ശരിയായി തോന്നിയില്ല. അതൊരു തെറ്റായ പരാമർശമാണ്. ഒരർത്ഥത്തിലും ബോഡി ഷെയ്മിങ്ങോ അത്തരത്തിലുള്ള ഒരു വ്യക്തിയധിഷ്ഠിത പരാമർശങ്ങളെയും ആക്ഷേപങ്ങളെയും M ലിജുവോ UDFോ അംഗീകരിക്കില്ല. അതേസമയം അധിക്ഷേപ പരാമർശം വലിയ വിഷമമുണ്ടാക്കിയെന്ന് യു പ്രദീപ. നടന്നത് വ്യക്തിപരമായ അധിക്ഷേപമാണ്. ഇർഷാദിന്റെ ഖേദപ്രകടനം അംഗീകരിക്കാനാകില്ലെന്നും നിയമപരമായി മുന്നോട്ട് പോകുമെന്നും യു പ്രദീപ പറയുന്നു. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഖേദം പ്രകടിപ്പിച്ചാൽ തീരുന്ന കാര്യമൊന്നുമല്ല. ഞാൻ ആദ്യം ഞെട്ടിപ്പോയി. ഇത്ര മോശമായിട്ടൊക്കെ ഒരാൾ സംസാരിക്കുമോ? ഞാൻ ഞെട്ടിപ്പോയി. പിന്നീട് നല്ല സങ്കടം വന്നു. സ്റ്റിൽ നോ അത്രയും വിഷമം ഉണ്ട് എനിക്ക്. ഏത് പ്രസ്ഥാനത്തിലൊരു സ്ത്രീ ഉയർന്നു വരുമ്പോഴും അല്ലെങ്കിൽ അവരെ ഉയർത്തി പൊതുസമൂഹത്തിലേക്ക് ആ പ്രസ്ഥാനം നിർത്തുമ്പോഴും ആർക്കെതിരെയും ഇത്തരത്തിലുള്ള വ്യക്തിപരമായ അധിക്ഷേപം അനുവദിക്കാൻ കഴിയുന്നതല്ല. ലിഡിയ ജേക്കബ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ലിഡിയ, ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് കടക്കുകയാണ്. കാരണം മുഖ്യമന്ത്രി അത് ആയുധമാക്കിയിരിക്കുന്നു. അത് അദ്ദേഹം പറഞ്ഞത് ശരിയുമാണ്. കാര്യം നമ്മൾ ഒരുപാട് വാദപ്രതിവാദങ്ങളൊക്കെ കാണുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നതൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ M ലിജു തന്നെ പറയുന്നു ഇക്കാര്യത്തിൽ കൂട്ടിനില്ല. കാരണം ആ രീതിയിലുള്ള അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ, സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ വ്യക്തികളെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളൊന്നും തന്നെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറയുന്നു. തീർച്ചയായും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പരാമർശം തന്നെയാണ് മുസ്ലിം ലീഗ് നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അത് UDF-നാണെങ്കിലും LDF-നാണെങ്കിലും ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല. അതുപോലെ തന്നെ തള്ളുകയാണ് UDF ചെയ്യുന്നത്. M ലിജുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും അത്തരത്തിൽ തന്നെയായിരുന്നു. ഒരു തരത്തിലും ഈ ഒരു പ്രസ്താവനയെ പിന്തുണയ്ക്കില്ല, അതിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് M ലിജു അല്പം മുമ്പ് പറഞ്ഞത്. എന്തായാലും ഇതിനെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് പ്രസ്താവനയ്ക്കെതിരെ ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് ഒരു തരത്തിലും ഇത് അംഗീകരിക്കാനാവില്ല എന്നും ഇത് പ്രസ്താവന വലിയ രീതിയിലുള്ള മനോവിഷമം ഉണ്ടാക്കിയെന്നും യു പ്രതിഭ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് ഒരു സ്ത്രീക്ക് നേരെ, ഏതെങ്കിലും ഒരു സ്ത്രീക്ക് നേരെ അല്ലെങ്കിൽ ഒരു പൊതു പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീക്ക് നേരെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള സ്ത്രീക്ക് എതിരെയുള്ള ഒരു പ്രശ്നമായി തന്നെ കണക്കാക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രസ്താവനയായിട്ട് തന്നെ കണക്കാക്കേണ്ടതായിട്ടുണ്ട്. ഇതാദ്യം കേട്ടപ്പോൾ വലിയ മനോവിഷമം ഉണ്ടായി എന്നാണ് വികാരാധീനയായി യു പ്രതിഭ പറയുന്നത് എന്നുള്ളതാണ്. ഇതിൽ നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതായത് പാർട്ടി അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല വലിയ പ്രതിഷേധങ്ങളാണ് നാല് ഭാഗത്തു നിന്നും ഉയരുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കം അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്, ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ള ഒരു പരാമർശം എന്ന് പറയുന്നത് അത് രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ടെങ്കിൽ പോലും അതിലെ കഴമ്പ് അത് ഒരിക്കലും തള്ളിക്കളയാനാവില്ല എന്നുള്ളത് കൂടിയാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവെച്ച പ്രസ്താവനയിൽ നിന്ന് പറയുന്നത്. അതായത് അവൾക്കൊപ്പം നിൽക്കുന്ന എന്ന് പറയുന്ന UDF പ്രവർത്തകരും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള ആളുകൾ പക്ഷേ അതിന് നേരെ വിപരീതമായാണ് പ്രവർത്തിക്കുന്നത്, കാപട്യപൂർവ്വമാണ് പ്രവർത്തിക്കുന്നത് അടക്കമുള്ള പ്രസ്താവനയാണ്, അത്തരത്തിലുള്ള പോസ്റ്റാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് യു പ്രദീപയും ഒപ്പം LDF-ഉം തീരുമാനിച്ചിരിക്കുന്നത്. വലിയ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ ശക്തമാകുമെന്നതിൽ സംശയമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.